അപ്പോൾ നമ്മളിന്ന് ബ്രാവോയുടെ ഒരു കിടിലൻ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ല റിസൾട്ടുള്ള ഫ്രോഗാണ്. നല്ല ഹുക്കപ്പൊക്കെ അടിപൊളിയാണ്. കിടില ഹുക്കപ്പാണ്. അപ്പോൾ നമ്മളിന്ന് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല മഴയൊക്കെ ആയിക്കൊണ്ട് ഒരു പാടത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ആ ബ്രാവോയുടെ ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്. 385 രൂപയാണ് ഇതിന് MRP വരുന്നത്. ഇതാണ് ബ്ലാക്ക് കളറാണ് വരുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ആ ഫ്രോഗ് ബ്ലാക്ക് കളറിൽ ഗ്ലോസി ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഫ്രോഗിൻ്റെ സ്പിന്നറൊക്കെ തന്നെ വേറൊരു ഡിസൈനാണ്. വെള്ളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സ്പിന്നർ വെച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള റബ്ബറാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ക്വാളിറ്റിയാണ് സാധനം. വിലയ്ക്കുള്ള മുതലുണ്ട്. ഹുക്കൊക്കെ നല്ല ക്വാളിറ്റി ഹുക്കാണ്. കാർബൺ ഹുക്ക് വരുന്നുണ്ട്. കാണാൻ തന്നെ അത്യാവശ്യം നല്ല സ്റ്റൈലൊക്കെ ഉണ്ട്. സ്പിന്നറൊക്കെ നല്ല വേറൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ സൗണ്ട് വെള്ളത്തിൽ നിന്ന് അത്യാവശ്യം നല്ല സൗണ്ട് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. സ്പിന്നറിൽ തന്നെ ചെറിയൊരു ഹോളൊക്കെ വന്നിട്ട് നമുക്ക് ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്കപ്പോൾ ഫിഷിങ്ങിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. നമ്മൾ ബോഡിയിൽ ഒരു സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ വെക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഫോൺ വെക്കാം അതിലേക്ക്. നമ്മൾ സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് വൈൽഡ് ക്യാറ്റിൻ്റെ ഒരു 8 ഫീറ്റിൻ്റെ സ്റ്റിക്കും FX 4000 ആണ് ഉപയോഗിക്കുന്നത്. റീല് നമുക്ക് സെറ്റ് ചെയ്യാം. നേരത്തെ നമ്മുടെ ഒരു ഹാൻഡ് മെയ്ഡ് ബ്രാവോയുടെ ഫ്രോഗാണ് ഇത്. അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉള്ളൊരു ഫ്രോഗാണ്. ഈ സെയിം നോക്കിയിട്ട് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ അത്യാവശ്യം നോക്കാം, നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുതിയതിൻ്റെ റിസൾട്ട് നോക്കാം. പഴയതിൻ്റെ റബ്ബറൊക്കെ ഉണ്ട്. ഇത്ര 1 വർഷത്തോളമായി നമ്മളിത് ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് മാറാം. നമ്മൾ പുതിയ ഫ്രോഗ് കയറ്റിയെടുക്കുകയാണ്. ഫാസ്റ്റ് അയച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റോഡിൻ്റെ തുമ്പത്ത് വന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൂടുതലും കെട്ട് തന്നെ ഉപയോഗിക്കുന്നത്. എപ്പോഴും പൊട്ടിപ്പോകാറുണ്ട്. നമ്മളറിയാണ്ട് വലിച്ചു കയറ്റാൻ നേരത്ത് അവിടെ വരെ ചെല്ലും. കെട്ടാകുമ്പോൾ പിന്നെ വലിയ വിഷയം ഉണ്ടാകാറില്ല. ഇതാണ് കെട്ട്. ഇങ്ങനെ ഒരു നൂലിൻ്റെ ബാലൻസ് കിടപ്പുണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ഫ്രോഗ് പെട്ടെന്ന് ഊരണമെങ്കിൽ ഇതുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനൊരു ഇതുണ്ടാവും. നമുക്കിപ്പോൾ പെട്ടെന്ന് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ മീനൊക്കെ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. പാടത്തൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കയറിയിട്ടുണ്ട്. തോട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മീനും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നമുക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആദ്യം ഒരു ആക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ആ മരത്തിൻ്റെ താഴത്തായിട്ടൊക്കെ എപ്പോഴും മീൻ നിൽക്കുന്നതാണ്. ഫ്രോഗിന് നല്ല ആക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പുറത്ത് കുറച്ച് പുല്ല് നിൽപ്പുണ്ട്. ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ മീൻ നിൽക്കുന്നതാണ്. ഇവിടെ ഒന്ന് കസ്റ്റ് ചെയ്ത് നോക്കാം. ഏരിയയിലായിട്ട് നേരത്തെ ഒരു മീനെ ഞാൻ കണ്ടായിരുന്നു. നമുക്കൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം അടി കിട്ടുമെന്ന്. വെള്ളത്തിൻ്റെ ഇത്തിരി കുറവുണ്ട്. അങ്ങനെ ഒരെണ്ണം നമുക്ക് അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇത് ഊരിപ്പോന്നിട്ടുണ്ട്. നമ്മുടെ റബ്ബർ ഊരിപ്പോന്ന്. നല്ല രീതിയിലുള്ള ഹുക്കപ്പാണ്. നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല ഹുക്കപ്പായിട്ടുണ്ട്. ഈ കാണുന്ന പാടത്തു നിന്നാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കൂട്ടത്തിൽ. അത്യാവശ്യം മീഡിയം സൈസാണ് കേട്ടോ. അത്യാവശ്യം സൈസുള്ള നമുക്ക് ഇപ്പോൾ ഊരാൻ പറ്റത്തില്ല. ഇത്രയും ചുറ്റും ഫുള്ള് വെള്ളമാണ്. ചുറ്റും ഫുള്ള് വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു. സംഭവം നല്ലൊരു ഫ്രോഗാണ്.